മുരളി, മണ്ഡലത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു ചടങ്ങ് നടന്നിട്ട് MLA അതിൽ പങ്കെടുത്തില്ലേ? KK നായരുടെ പ്ലാനിന്റെ ഉദ്ഘാടനമല്ലേ മുരളി? വലപ്പൻകോട് മാലിന്യം നിറഞ്ഞ വണ്ടികൾ വരി എത്തി തുടങ്ങി കഴിഞ്ഞു. സന്തോഷിക്കേണ്ട ദിവസമല്ലേ? കഴിഞ്ഞ ഗവൺമെന്റിലും അതിനു മുമ്പും ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ എതിർത്ത് തോൽപ്പിച്ച പ്ലാന്റിന്റെ വർണ്ണാഭമായ ഉദ്ഘാടനം നടക്കുന്നു. MLA വിട്ടുന്നത് തീരെ ശരിയായില്ല, അല്ലേ മുരളി? അച്ഛൻ എന്നെ ആക്ഷേപിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല മുരളി. രാമപുരത്തെ MLA നാട്ടുകാരെ മുഴുവൻ ആക്ഷേപിച്ചിരിക്കുന്നത്. തെറ്റെന്റെ ഭാഗത്താ. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന എന്തും കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയല്ല, ഉത്തരം പറയാനുള്ള ബാധ്യത കാണിക്കേണ്ടത്. വോട്ട് തന്ന് ജയിപ്പിച്ചവരോട് മറുപടി പറയണം. ജയി വിളിച്ച് കൂടെ നടന്നവരോട് സത്യങ്ങൾ അറിയിക്കണം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും ഇപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നീക്കുന്നത്. സർ, ദേവിക നല്ല വിഷമത്തില. അതിലും വലിയ വിഷമം എനിക്കുണ്ട് മുരളി. ദേവിക MLA ആവുമ്പോ ഒരു നല്ല MLA എന്നുള്ള സ്വപ്നമായിരുന്നു. ഒക്കെ അവസാനിച്ചു. അതുപോട്ടെ, അതിനെക്കുറിച്ച് പറഞ്ഞ ഇന്നുകൊണ്ടൊന്നും അവസാനിക്കില്ല. പിന്നെ മുരളി, നവീന് വേറെ ആലോചന നോക്കുകയല്ലേ? അതെ സർ, ശാരിക കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി അവളുടെ മനസ്സ് മാറ്റാനൊന്നും നിൽക്കണ്ട. മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. വിവരം അറിഞ്ഞതു മുതൽ മാധവനും രാധയൊക്കെ ആകെ വിഷമത്തില. ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ സർ, എല്ലാവരും നല്ല വിഷമത്തില്. കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ ദേഷ്യമൊന്നും മുരളി മാധവനോടും രാധയോടും ഒന്നും കാണിക്കരുത്. സാധുക്കളാ. അയ്യോ, എനിക്കറിയാം സർ. ശാരികയോട് എനിക്ക് പരിഭവമൊന്നുമില്ല. ഒരാളോട് പ്രണയം തോന്നുന്നത് കുറ്റമൊന്നുമല്ലല്ലോ. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ശാരികയ്ക്ക് തുറന്നു പറയാമായിരുന്നു. അത് മാത്രമേ ഉള്ളൊരു പ്രയാസം. അമ്മയും ഗൗരിയൊക്കെ രാധികാന്റിയെ കാണാൻ പോകുന്ന പറഞ്ഞത്. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. അത് രാഷ്ട്രീയക്കാരോ ആയാലും കല്യാണക്കാരോ ആയാലും ഒന്നിലും നമ്മൾ പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല.